everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളാണ് ആക്ച്വലി ഒരു റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ്. അതായത് ഒരു റിലേഷൻഷിപ്പില് ഒരു പേഴ്സൺ റെഡ് ഫ്ലാഗ് ആണ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ഫ്ലാഗ് ആണെങ്കിൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ലേ വളരെ ഈസി ആയിട്ട്. ലൈക്ക് നമ്മൾ പറയില്ലേ അവൻ അല്ലെങ്കിൽ അവളൊരു ഗ്രീൻ ഫ്ലാഗ് ആണെന്നൊക്കെ. സോ ഇതേപോലെ ആ ഒരു റിലേഷൻഷിപ്പിലെ പ്രോബ്ലം ആക്ച്വലി നമ്മളാണ് ആക്ച്വലി റെഡ് ഫ്ലാഗ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് യു ആർ ദ പ്രോബ്ലം ഇൻ യുവർ റിലേഷൻഷിപ്പ്. ഈ ഒരു കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. ഒന്നാമത്തെ കാര്യം, എന്തെങ്കിലും ഒരു കാര്യം റിലേഷൻഷിപ്പിൽ സംഭവിച്ചു, എന്തെങ്കിലും ഒരു സംസാരം വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഇങ്ങനെ സംതിങ് ഒരു കാര്യം സംഭവിച്ചു. ഈ സമയത്ത് നിങ്ങളുടെ വായിൽ തോന്നിയ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിളിച്ചു പറയുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ എക്സ്ട്രീംലി ഹേർട്ട്ഫുൾ ആക്കുന്ന രീതിയിൽ, അവരെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത്ര പറയണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഒരു 20 മിനിറ്റ്സിന് ശേഷം, അതുവരെ സൈലന്റ് ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് പിന്നെ ഒരു 20 മിനിറ്റ്സിന് ശേഷം ചെന്നിട്ട് സോറി പറയുന്നുണ്ടെങ്കിൽ, ഇത് ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലല്ല, കണ്ടിന്യൂസ് ആയിട്ട് എപ്പോൾ എന്ത് നടന്നു കഴിഞ്ഞാലും ഇതൊരു സൈക്കിൾ പോലെ ഈ ഒരു ബിഹേവിയർ ആണ്, ഈ ഒരു രീതിയിലുള്ള റിയാക്ഷൻ ആണ് നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ഒരു പക്ഷേ നിങ്ങളോട് അവര് ഫോർഗീവ് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ ഒരിക്കലും നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ അവരോട് എങ്ങനെയാണോ റിയാക്ട് ചെയ്തത് അത് കംപ്ലീറ്റ് ആയിട്ട് എറേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. അത് പലപ്പോഴും അവരുടെ മൈൻഡിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുകയും ചെയ്യും. നിങ്ങളോട് ഫോർഗീവ് ചെയ്യുന്നുണ്ടായിരിക്കും, ക്ഷമിക്കുന്നുണ്ടായിരിക്കും, മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. പക്ഷെ ഇതൊരു സൈക്കിൾ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് ആ റിലേഷൻഷിപ്പിനെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങളൊരു റെഡ് ഫ്ലാഗ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിഹേവിയർ നിങ്ങളിൽ കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ഒരു ഗൈഡൻസ് വേണം, റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഒരു റെഡ് ഫ്ലാഗ്, എപ്പോഴും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഞാൻ മാത്രമാണ് ശരി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഫോർ എക്സാമ്പിൾ, വളരെ ക്ലിയർ ആയിരിക്കാം, ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഭാഗത്താണ് ന്യായം, അല്ലെങ്കിൽ അവർ ചെയ്തതാണ് ശരി എന്നുള്ളത്. എന്നാലും ആ ആർഗ്യുമെന്റിൽ വിൻ ചെയ്യുന്നതിന് വേണ്ടി എനിത്തിങ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ലൈക്ക് പാസ്റ്റ് മിസ്റ്റേക്കുകൾ എടുത്തിടുക, അല്ലെങ്കിൽ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം, അതെല്ലാം വീണ്ടും വീണ്ടും കൊത്തിപ്പൊക്കി വരിക. ഇങ്ങനെ എന്ത് കാര്യം ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ആ ഒരു ആർഗ്യുമെന്റിൽ ഞാൻ വിജയിക്കും. ഒരു പക്ഷേ ചില ആളുകൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സോറി പറയും, ലൈക്ക് ഓക്കെ സോറി ബട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇതേ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പൊ അവിടെ ശരിക്കും ഒരു അപ്പോളജി ചെയ്ത പോലെയല്ല. സോ എന്ത് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെ സംസാരിച്ചിട്ടാണെങ്കിലും ഞാനാണ് ശരി, ഞാൻ മാത്രമാണ് ശരി, എപ്പോഴും അങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആക്ച്വലി ആ റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗ് നിങ്ങളാണ്. ഇങ്ങനെയാവുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഒരു കാര്യം സേഫ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് തുറന്നു പറയാൻ അവർക്ക് കഴിയില്ല. ബിക്കോസ് എപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം പുറത്തു വരിക, അല്ലെങ്കിൽ നിങ്ങൾ സേഫ് അല്ല, നിങ്ങളുടെ അടുത്ത് പറയുന്നത് സേഫ് അല്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. പലപ്പോഴും ഒരു ഒപ്പീനിയനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഷെയർ ചെയ്തോളണം എന്നില്ല. ഈ ഒരു രീതിയിലാണ് എപ്പോഴും ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് രണ്ടുപേരും ഒരുപോലെ എടുക്കേണ്ട എഫേർട്ടുകൾ ഉണ്ടായിരിക്കും. രണ്ടുപേരും ഒരേപോലെ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ആ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ ആ ഒരു ലിസ്റ്റ് മാത്രമാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് നിങ്ങൾ ആ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് ഒരുപാട് ഫേവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, 2, 3, 4, 5 കാര്യമായി. അപ്പൊ ഞാൻ 5 കാര്യം നിനക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, നീ ഇനി എനിക്ക് വേണ്ടി 5 കാര്യം ചെയ്യണം, അപ്പോഴാണ് ഈക്വൽ ആവുള്ളൂ എന്ന രീതിയിലൊക്കെയാണ് നിങ്ങൾ ആ ഒരു പേഴ്സണെ ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, ഒരുപക്ഷെ ആ വ്യക്തി ഇങ്ങനെ സ്കോർ കണക്കാക്കുന്ന, അല്ലെങ്കിൽ ഈ കണക്ക് പറയാന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ള ഒരു വ്യക്തി ആയിരിക്കില്ല. അവർ നിങ്ങളോടുള്ള ഇഷ്ടം കാരണം, അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഭാഗത്തുനിന്ന് എടുക്കേണ്ടതായിട്ടുള്ള എഫേർട്ടുകളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അതിങ്ങനെ മെഷർ ചെയ്യുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ട്രാൻസാക്ഷൻ രീതിയിലാണ്. അവിടെ ഒരു ലവ് എന്ന് പറയുന്ന ഒരു കാര്യം
ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യില്ല. സോ ഞാൻ 5 കാര്യം ചെയ്തു, ഇനി നീയും 5 കാര്യം ചെയ്യണം, അപ്പോഴേ അത് ഈക്വൽ ആവുള്ളൂ. ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴും അതിന് ഒരു പേഴ്സൺ മാത്രം കണക്ക് വെക്കുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് ചെയ്തു കഴിഞ്ഞാലും ലൈക്ക് അത് ഇഗ്നോർ ചെയ്താന്നൊന്നും അത്ര വലിയ കാര്യമല്ല എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചെയ്യുന്ന വ്യക്തി അവര് ഒരു റെഡ് ഫ്ലാഗ് ആണ്. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാണ്. അവരുടെ ഒരു തോന്നലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തോന്നിയ ഒരു ഫിയർ ആയിരിക്കാം, ഭയം ആയിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇങ്ങനെ അവർ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവരോട് റെസ്പോണ്ട് ചെയ്യുന്നത് നീ വളരെയധികം ഓവർ റിയാക്ട് ചെയ്യാണ്, നീ വളരെയധികം സെൻസിറ്റീവ് ആണ്, നിനക്കിതൊന്നും ഡീൽ ചെയ്യാൻ കഴിയില്ലേ, ഇങ്ങനെയൊക്കെ അവരെ മാനസികമായി തളർത്തുന്ന രീതിയിലാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഫീലിങ്സ് ഒന്നും ലൈക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റർ അല്ല എന്ന രീതിയിലാണ് നിങ്ങൾ അവിടെ ആ കാര്യം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഇമോഷൻസിനെ ഡിസ്മിസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. ലൈക്ക് അവരുടെ ഫീലിങ്സും മാറ്റർ ആണല്ലോ റിലേഷൻഷിപ്പില്. സോ നിങ്ങൾ അതൊന്നും അത്ര വലിയ മാറ്റർ അല്ല, അല്ലെങ്കിൽ ഓവർ റിയാക്ട് ചെയ്യാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഗ്നോർ ചെയ്യാണ്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ, അവരുടെ ഇഷ്യൂസിനെ, അവരുടെ ഫീലിങ്സിനെ എല്ലാം വളരെ നിസ്സാരമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങളാണ് ആ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം. നെക്സ്റ്റ് ഒരു കാര്യമാണ്, നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തുറന്ന് പറയാതെ തന്നെ നിങ്ങളുടെ പാർട്ട്ണർ അത് വായിച്ചെടുക്കണം. ലൈക്ക് മൈൻഡ് റീഡിങ് ചെയ്യണം. എന്നെ ഇഷ്ടമാണല്ലോ, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അത് വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ ഒന്നും പ്രോപ്പറായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ പോകുന്ന ആളുകളുണ്ട്. സോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊരു റെഡ് ഫ്ലാഗ് ആണ്. അവർക്കൊരു കാര്യം ആഗ്രഹം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ ആ ഒരു കാര്യമായിരിക്കും ലൈക്ക് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പറയണം എന്നൊക്കെ. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ട് A to Z വള്ളി പുള്ളി ഒന്നും തെറ്റാതെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പോസിബിൾ ആകുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഓക്കെ ഇവർക്ക് ഇതാണ് ആവശ്യം, അല്ലെങ്കിൽ ഇവൾക്ക് ഇതാണ് ആവശ്യം എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ നിങ്ങളുടെ മൈൻഡിൽ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങളത് പറയാതെ, അവരോട് ഓപ്പൺ ആയിട്ട് പറയാതെ, നീ എന്നോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെപ്പോഴും ഒരു ഫെയിലിയർ ആണ് എന്ന രീതിയിലാണ് നിങ്ങൾ ചിത്രീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും ഒരു റെഡ് ഫ്ലാഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, നിങ്ങളുടെ ഭാഗത്ത് ഒരിക്കലും തെറ്റ് സംഭവിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റ് സംഭവിക്കില്ല. നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സൂക്ഷിച്ചാണ് ഓരോ കൈകാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ തെറ്റ് മറ്റൊരാളാണ് എന്നുള്ള രീതിയിൽ ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. ഈ ഒരു സ്വഭാവമാണ് കണ്ടിന്യൂസ് ആയിട്ട് പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കില്ല. കാരണം ഒന്നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ്, എന്തെങ്കിലും ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുമ്പോഴാണല്ലോ അതിലൊരു ചേഞ്ച് വരിക. പക്ഷെ എപ്പോഴും റൈറ്റ് ആണ് എന്നുള്ള ഒരു സ്റ്റബോൺ തീരുമാനത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആക്ച്വലി യു ആർ ദ പ്രോബ്ലം ഇൻ ദാറ്റ് റിലേഷൻഷിപ്പ്. സോ നമ്മുടെ ലൈഫിൽ ഒരു വ്യക്തി റെഡ് ഫ്ലാഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രോബ്ലം ആയിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്രീൻ ഫ്ലാഗ് ആണെങ്കിൽ ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ആക്ച്വലി നമ്മൾ തന്നെയാണോ ഈ ബിഹേവിയർ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് നമ്മൾ നമ്മളെ തന്നെ ചെക്ക് ചെയ്യണമല്ലോ. സോ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കട്ടെ. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്